Good evening, all. Welcome to Chemflix. Hi all, അപ്പോൾ നമുക്ക് സ്കോർ ഹൈ ലാസ്റ്റ് മിനിറ്റ് ടിപ്പ് 3-day സ്റ്റഡി പ്ലാൻ പ്ലസ് PBQ ഡിസ്കഷനിൽ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മൾ ഡാനിയൽ സെൽസ് അതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ സോൾവ് ചെയ്തായിരുന്നു ഈ ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഫസ്റ്റ് പാർട്ടിൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സെൽസ്, പിന്നെ ഫ്യൂവൽ സെൽസ്, മോളാർ കണ്ടക്ടിവിറ്റി, കോൾട്രേഷസ് ലോ തുടങ്ങിയ ഏരിയയിൽ നിന്നാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും മോസ്റ്റ് ആസ്ക് ചെയ്ത് കൂടുതൽ ടൈമിൽ മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസ് പേപ്പറിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസിനെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസ്കഷൻ സീരീസ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഇവർ പറഞ്ഞിരിക്കുന്ന പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് 3-4 വട്ടം ചോദിച്ചിട്ടുണ്ട്. ഈവൻ സിംഗിൾ ഡിഫറൻസ് ആണെങ്കിൽ സിംഗിൾ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വാട്ട് ഈസ് ലെഡ് സ്റ്റോറേജ് ബാറ്ററി, സ്റ്റോറേജ് ബാറ്ററീസ് വാട്ട് ടൈപ്പ് ഓഫ് സെൽ, ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിലെ ആനോഡ് എന്താണ്, കാത്തോഡ് എന്താണ്, ആനോഡിക് റിയാക്ഷൻ എന്താണ്, കാത്തോഡിക് റിയാക്ഷൻ എന്താണ് എന്നൊക്കെ നമ്മളോട് പ്രീവിയസ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതുപോലെ തന്നെ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിലെ ഇലക്ട്രോലൈറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ്, എങ്ങനെയാണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ നമ്മൾ വീണ്ടും റീചാർജ് ചെയ്യുന്നത്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രൈമറി സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പ്രൈമറി സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി നമ്മുടെ ബാറ്ററിയിലെ ക്ലോക്കിലിടുന്ന ബാറ്ററി, റിമോട്ടിലിടുന്ന ബാറ്ററി, അതാണ് പ്രൈമറി സെൽ എന്ന് പറയുന്നത്. നമ്മുടെ ക്ലോക്ക് ബാറ്ററിനെയൊക്കെ പ്രൈമറി സെൽ എന്ന് പറയുന്നത് നമുക്ക് യൂസ് ആൻഡ് ത്രോ ആണ് അല്ലെ, യൂസ് ആൻഡ് ത്രോ ആണ്. അപ്പൊ ഇഫ് ചാർജ് വൺസ് കനോട്ട് ബി റീചാർജ്, ഒരു വട്ടം മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് കനോട്ട് ബി റീചാർജ് ചെയ്യാൻ പറ്റത്തില്ല. അടുത്തത് ഫോർ റീചാർജിങ് ഓൾ മെറ്റീരിയൽ ഡിസീസ് ടു ബി റീപ്ലേസ്ഡ്. റീചാർജ് ചെയ്യാൻ പറ്റത്തില്ല, വിച്ച് മീൻസ് യൂസ് ആൻഡ് ത്രോ ആണ്. അത് വേണമെങ്കിൽ വീണ്ടും റീചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ സംഗതികളും ഓൾ മെറ്റീരിയൽ DC ടു ബി റീപ്ലേസ് ചെയ്തേക്കണം. അതായത് ഒരു പുതിയ ബാറ്ററി വാങ്ങിക്കുക, ദാറ്റ്സ് ഇറ്റ്. ഇനി ദീസ് ആർ ലൈറ്റ് ഇൻ വെയിറ്റ്. അറിയാം നമുക്ക് ക്ലോക്കിന്റെ ബാറ്ററി ആണെങ്കിലും റിമോട്ടിന്റെ ബാറ്ററി ആണെങ്കിലും, പിന്നെ റിമോട്ടിന്റെ ബാറ്ററിയും ക്ലോക്കിന്റെ ബാറ്ററിയൊക്കെ ഡ്രൈ സെൽ എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ഹിയറിംഗ് എയ്ഡിൽ യൂസ് ചെയ്യുന്ന ഒരു തരം ബട്ടൺ പോലെയുള്ള സെൽസ് ഇല്ലേ, ബട്ടൺ സെൽസ്, അല്ലെങ്കിൽ അതിനെ പറയുന്നവരുടെ മെർക്യൂറി സെല്ല്, ചില ടോയ്സിലൊക്കെ കാണാൻ പറ്റാറുണ്ട്. പിന്നെ ഇത് ലോ ലൈഫാണ്, വളരെ കുറഞ്ഞ ലൈഫ്. നമുക്കറിയാം ഒരു നമ്മുടെ മെർക്യൂറി സെല്ലിന്റെ വോൾട്ട് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ്ലി ആസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മെർക്യൂറി സെല്ലിന്റെ വോൾട്ട് എന്ന് പറയുന്നത് 1.35 വോൾട്ട്. അപ്പോൾ വളരെ കുറഞ്ഞ വോൾട്ട് ആയിരിക്കും ഇത്. പിന്നെ എക്സാമ്പിൾസ് പറയുന്നത് ഡാനിയൽ സെല്ല്, ലെക്ലാഞ്ചി സെല്ല്, ഡ്രൈ സെല്ല്, മെർക്യൂറി സെല്ല് എക്സെട്ര. മെർക്യൂറി സെല്ല് പ്രീവിയസ്ലി ആസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഓവറോൾ റിയാക്ഷൻ ഡസ് നോട്ട് ഇൻവോൾവ് എനി അയോൺ ഇൻ സൊല്യൂഷൻ. ഇവിടെ സൊല്യൂഷൻസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഓവറോൾ റിയാക്ഷൻസിൽ അയോൺസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു വട്ടം ഈ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫെർദർ റിയാക്ഷൻ അവിടെ നടക്കുന്നില്ല. നമുക്കറിയാം ഈ ടൈപ്പ് എല്ലാം കെമിക്കൽ റിയാക്ഷൻസ് ആണ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് അല്ലേ. കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടിംഗ് ടു ഇലക്ട്രിക്കൽ എനർജി ആണ്. ലെഗ്ലാഞ്ചി സെല്ല്, ഡാനിയൽ സെല്ല്, ഡ്രൈ സെല്ല് എന്നൊക്കെ പറയും. അപ്പൊ ഇവിടെ എന്താണ്, സൊല്യൂഷൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അയോൺസ് ഫോം ചെയ്യുന്നില്ലാത്തതുകൊണ്ട് തന്നെ വൺസ് ഇത് ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ വീണ്ടും റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു വട്ടം റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്തു, റിയാക്ഷൻ കഴിഞ്ഞു, പിന്നെ നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളതാണ് പ്രൈമറി സെൽ എന്ന് പറയുന്നത്. മാറിപ്പോവരുത്. പ്രൈമറി സെൽസ് എന്ന് പറഞ്ഞാൽ ഒരു തവണയെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ഓൺലി വൺസ്. ഇനി സെക്കൻഡറി സെൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ചാർജ്, നമ്മുടെ മൊബൈൽ ബാറ്ററിക്ക് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അല്ലേ, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. പിന്നെ മൊബൈൽ ബാറ്ററി അല്ലെങ്കിൽ പിന്നെ ചാർജ്, നമ്മുടെ ഇൻവെർട്ടർ, പിന്നെ അതുപോലെ തന്നെ കാറിന്റെ ബാറ്ററി തുടങ്ങിയ സംഭവങ്ങൾക്കൊക്കെ അത്യാവശ്യം, സ്കൂട്ടറിന്റെ ബാറ്ററി, ബൈക്കിന്റെ ബാറ്ററി, ഇതൊക്കെ സ്കൂട്ടറിന്റെ ബാറ്ററി, ഇതൊക്കെ അത്യാവശ്യം ബാറ്ററി ഉണ്ട് അല്ലെ. അപ്പോൾ ഇഫ് ചാർജ് തീർന്നു പോയി കഴിഞ്ഞാൽ ക്യാൻ ബി റീചാർജ്, നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. ഈസിലി ചാർജ് ബൈ ഗിവിംഗ് സപ്ലൈ, നമ്മൾ കറണ്ട് കുത്തിയിട്ട് വീണ്ടും ചാർജ് ചെയ്യാൻ പറ്റും. മൊബൈൽ ബാറ്ററി നോക്കിയാൽ മതി. ഹെവി ഇൻ വെയിറ്റ് കമ്പാരിറ്റീവ്ലി, നമ്മൾക്കിപ്പോൾ ഇവിടെ നമ്മുടെ ക്ലോക്കിന്റെ ബാറ്ററി മൊബൈൽ ബാറ്ററിയും കമ്പയർ ചെയ്യുമ്പോൾ ഹെവി ഇൻ വെയിറ്റ്, അല്ലെങ്കിൽ തന്നെ ഇത് ഹെവി ഇൻ വെയിറ്റ് ആണ്. നമ്മുടെ കാറിന്റെ ബാറ്ററി ഒക്കെ നോക്കിയാൽ മതി. ക്യാൻ ബി യൂസ്ഡ് ഫോർ കണ്ടീഷൻസ് റേറ്റിംഗ് വിത്ത് ഹെവി ലോഡ് കറന്റ്, ഹൈ ലൈഫ് ആണ്, ലോ ലൈഫും ഹൈ ലൈഫും. പിന്നെ ലെഡ് ആസിഡ് സെൽ, അതായത് ലെഡ് സ്റ്റോറേജ് ബാറ്ററി, അവിടെ ഉപയോഗിക്കുന്നത് 38% സൾഫ്യൂരിക് ആസിഡ് ആണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിലെ ഇലക്ട്രോലൈറ്റ്. അതുകൊണ്ടാണ് ലെഡ് ആസിഡ് സെൽ എന്ന് പറഞ്ഞാൽ. പിന്നെ നിക്കൽ കാഡ്മിയം ബാറ്ററി, ഇതൊക്കെ
ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും 2 ഡിഫറൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഫറൻസ് ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എഴുതാം പ്രൈമറി സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനോട്ട് ബി റീചാർജ്ഡ്, പിന്നെ സെക്കൻഡറി സെൽസ് ക്യാൻ ബി റീചാർജ്ഡ്, പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ്, ഹെവി ഇൻ വെയിറ്റ് ആണ്. അതുപോലെ തന്നെ പ്രൈമറി സെൽസ് എല്ലാം ചീപ്പാണ്, സെക്കൻഡറി സെൽസ് കുറച്ച് കോസ്റ്റ്ലി ആണ്. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ. അപ്പൊ അതാണ് ആ ഏരിയ എന്ന് വരുന്നത്. പിന്നെ അടുത്തത് ലെഡ് സ്റ്റോറേജ് ബാറ്ററി. ലെഡ് സ്റ്റോറേജ് ബാറ്ററി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാറിന്റെ ബാറ്ററിയാണ്. ഇത് ഒരു സെക്കൻഡറി സെല്ലിന് എക്സാമ്പിൾ ആണ്. സെക്കൻഡറി സെല്ലിന് എക്സാമ്പിൾ ആണ്. ഈ ആനോഡ് റിയാക്ഷൻ എന്ന് പറയുമ്പം അവിടെ ആനോഡായിട്ട് യൂസ് ചെയ്യുന്നത് ലെഡ് ആണ്. ആനോഡ് ലെഡ് ആണ്. കാഥോഡ് എന്ന് പറയുന്നത് ഗ്രിഡ് ഓഫ് ലെഡ് ഡയോക്സൈഡ് പാക്ഡ് വിത്ത് ലെഡ്, അല്ല, ഗ്രിഡ് ഓഫ് ലെഡ് പാക്ഡ് വിത്ത് ലെഡ് ഡയോക്സൈഡ്. അത് ലെഡ് ഇങ്ങനെ ഗ്രിഡ് ഓഫ് ലെഡ് ഉണ്ട്, അത് ലെഡ് ഡയോക്സൈഡ് PbO2 പാക്ക് ചെയ്ത് വെച്ചിരിക്കുവാണ്. നെറ്റ് റിയാക്ഷൻ അത് മാക്സിമം നിങ്ങൾ പഠിക്കാൻ നോക്കുക. ഇതിന്റെ ട്രിക്സ് ഞാൻ ഏതോ ഒരു ഇലക്ട്രോ കെമിസ്ട്രി വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അതിന്റെ ട്രിക്ക്. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ ആദ്യം PB ലെഡ് എടുത്തു, കാഥോഡ് ആണെങ്കിൽ ലെഡ് ഡയോക്സൈഡ്, ആനോഡ് ലെഡും കാഥോഡ് ലെഡ് ഡയോക്സൈഡുമാണ്. നമ്മൾ 38% സൾഫ്യൂരിക് ആസിഡ് ആണ് ഇവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ SO4 2- ഇവിടെ 2- ആഡ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്. രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് എഴുതിയാൽ മതി. അപ്പൊ ഇതൊന്നും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ. ട്രിക്ക് എവിടെയോ ഉണ്ട്, ഞാനത് പിൻ ചെയ്തേക്കാം. ഇനി ഇവിടെ എന്ന് പറയുന്നത് സെൽ ക്യാൻ ബി റീചാർജ് ബൈ അപ്ലൈയിങ് ആൻ എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ ഹയർ ദാൻ ദി പൊട്ടൻഷ്യൽ ഓഫ് ദി സെൽ. അപ്പൊ നമ്മൾ കറണ്ട് കുത്തിയാൽ മതി, വിച്ച് മീൻസ് ഇതിനേക്കാളും ഒരു ഹൈ വോൾട്ടേജ് ഉള്ള ഒരു എക്സ്റ്റേണൽ പൊട്ടൻഷ്യലുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇത് റീചാർജ് ആവും. ഓക്കെ. ഇനി രണ്ടാമത് നമുക്ക് സെൽസിൽ നിന്ന് വരുന്ന ഏരിയ ആണ് ഫ്യൂവൽ സെൽസ്. ഫ്യൂവൽ സെൽസിനെ കുറിച്ചിട്ട് ആകെ ഈ ഒരു സ്ലൈഡിലുള്ളത് മാത്രം പഠിച്ചാൽ മതി. ആ സ്ലൈഡിലുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമുക്ക് ഫ്യൂവൽ സെൽസിനെ കുറിച്ച് പഠിക്കാൻ. ആദ്യമേ H2O2 ഫ്യൂവൽ സെൽ എഴുതാനാണ് സ്ട്രക്ചർ. ഈ സ്ട്രക്ചർ അല്ലെങ്കിൽ ഈ ഒരു ഡയഗ്രാം വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഈ ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണ്. കണ്ടോ, ഇവിടെ നമ്മൾ ഹൈഡ്രജൻ ഇതുവഴി കയറ്റും, ഇതുവഴി നമ്മൾ ഓക്സിജൻ പാസ് ചെയ്യും. എന്നിട്ട് ഈ H2O2 ഫ്യൂവൽ സെൽ ദ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഗ്യാസ് ആർ ബബിൾഡ് ത്രൂ പോറസ് കാർബൺ. ഇത് നമ്മുടെ ആനോഡും കാഥോഡും ആണ്. പോറസ് കാർബൺ ഇലക്ട്രോൺസ് ആണ് ഇൻറ്റു കോൺസെൻട്രേറ്റഡ് അക്വസ് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ. ഈ ഇവിടെ കോൺസെൻട്രേറ്റഡ് അക്വസ് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻസ് ഉണ്ട് ഈ കാർബണിനകത്ത്. ഇനി കാറ്റലിസ്റ്റ് ലൈക്ക് ഫൈനലി ഡിവൈഡഡ് പ്ലാറ്റിനം ഓർ പലേഡിയം മെറ്റൽ ആർ ഫിൽഡ് ഇൻ ദി ഇലക്ട്രോഡ്സ്. ഈ ഇലക്ട്രോഡ്സിനകത്ത് പ്ലാറ്റിനം പലേഡിയം പോലെയുള്ള കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഹാഫ് സെൽ റിയാക്ഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. കാഥോഡ് റിയാക്ഷൻ O2 + H2 + 4 ഇലക്ട്രോൺ gives 4OH minus. ആനോഡ് റിയാക്ഷൻ 2H2 + 4OH minus give 4H2 + 4 ഇലക്ട്രോൺ. ഇത് നിങ്ങൾ പഠിക്കണം കേട്ടോ. ഈ കാഥോഡ് റിയാക്ഷനും ആനോഡ് റിയാക്ഷനും ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക. 2-3-4 വട്ടം എഴുതി നോക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ എഴുതി നോക്കുക. അത് ഓക്കെ ആണോ എന്ന് പഠിച്ചിട്ടേ പോകാവില്ല. ഇതിന്റെയൊക്കെ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയുടെയും H2O2 ഫ്യൂവൽ സെൽസിന്റെയും രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഇനി H2O2 ഫ്യൂവൽ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാൽവാനിക് സെല്ലാണ്. ഗാൽവാനിക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടിംഗ് ടു ഇലക്ട്രിക്കൽ എനർജി. അപ്പൊ ഗാൽവാനിക് സെൽസ് വിച്ച് ആർ യൂസ്ഡ് ടു കൺവേർട്ട് ദ എനർജി ഓഫ് കമ്പഷൻ ഓഫ് ഫ്യൂവൽസ് ലൈക്ക് ഹൈഡ്രജൻ. ഇവിടെ ഹൈഡ്രജന്റെ കമ്പഷൻ എന്ന് പറഞ്ഞാൽ ബേർണിംഗ് ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ. ഇപ്പൊ മീഥൈൻ ഇതിന്റെയൊക്കെ കമ്പഷൻ നടത്തിയിട്ട്, കമ്പഷൻ ഇസ് കെമിക്കൽ റിയാക്ഷൻ ആണ് കമ്പഷൻ എന്ന് പറയുന്നത്. അതിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റും. അതാണ് H2O2 ഫ്യൂവൽ സെൽസ് എന്ന് പറയുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജസ് പ്രീവിയസ്ലി ആസ്ഡ് ആണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും. നമ്മൾ ഫ്യൂവൽസ് കൊടുത്താൽ മതി. ഈ H2O2 നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇത് സെല്ല് സ്റ്റോപ്പ് ചെയ്യത്തില്ല, കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും. ഹയർ എഫിഷ്യൻസി ആസ് കമ്പയർഡ് ടു അതർ കൺവെൻഷണൽ സെൽസ്. ഹയർ എഫിഷ്യൻസി ആണ്, എക്കോ ഫ്രണ്ട്ലി ആണ്. ഇവിടുന്ന് ബൈ പ്രോഡക്റ്റ് കിട്ടുന്നത് എന്താണെന്ന് കണ്ടോ, വാട്ടർ ആണ് ഇവിടുത്തെ ബൈ പ്രോഡക്റ്റ്. അതുകൊണ്ട് തന്നെ ഇത് എക്കോ ഫ്രണ്ട്ലി ആണ്. പിന്നെ വാട്ടർ ഒബ്റ്റൈൻഡ് ഫ്രം H2O2 ഫ്യൂവൽ സെൽ ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡ്രിങ്കിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഈ വാട്ടർ യൂസ് ചെയ്യാം. ഏതെങ്കിലും 2 എണ്ണം മാത്രമേ ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ എഴുതാൻ. അപ്പൊ ഈ അഡ്വാൻറ്റേജസ് വരയ്ക്കാൻ പഠിക്കുക. പിന്നെ ഹാഫ് സെൽ റിയാക്ഷൻസ്, ഓവറോൾ റിയാക്ഷൻ 2H2 + O2 gives 2H2O. ഓക്കെ. പിന്നെ നമുക്ക് ഈ ഒരു ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ എഴുതുന്നത് പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കാര്യം മോളാർ കണ്ടക്ടിവിറ്റി എന്താണ്, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്താണ്. മോളാർ കണ്ടക്ടിവിറ്റി λm is equal to 1000 kappa divided by മൊളാരിറ്റി ക്യാപിറ്റൽ M. ഇങ്ങനെയുള്ള ഇക്വേഷൻസ് വെച്ചിട്ടുള്ള ന്യൂമറിക്കൽസ്. പിന്നെ അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വരുന്നുണ്ട് കുറച്ച് നല്ല വൃത്തിയായിട്ട്. ഇങ്ങനെയുള്ള ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഇവിടെ എന്താണ്, Y ആക്സിസിൽ എന്താണ്, X ആക്സിസിൽ എന്താണെന്നൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതണം. ഇത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്, ഇത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ഗ്രാഫാണ്, ഇത് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഗ്രാഫാന്നൊക്കെ കറക്റ്റ് ആയിട്ട് വരച്ച് വെക്കണം കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് മോളാർ കണ്ടക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. മോളാർ കണ്ടക്ടിവിറ്റി ഈസ് ദ കണ്ടക്ടിവിറ്റി. മോളാർ കണ്ടക്ടിവിറ്റി എന്നത് കണ്ടക്ടിവിറ്റി. പിന്നെ നമുക്ക് എന്താണുള്ളത്,
മോളാർ എന്ന് പറയുന്ന സംഭവം. അപ്പൊ 1 mole ഓഫ് ആൻ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ, ഒരു മോൾ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി മിനിമം അത്രയെങ്കിലും എഴുതണം. ഇവിടെ കെപ്റ്റ് ബിറ്റ്വീൻ 2 ഇലക്ട്രോഡ്സ് ഓഫ് എ കണ്ടക്ടിവിറ്റി സെൽ വിത്ത് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് യൂണിറ്റ് ലെങ്ത്. ഫോർ ബോത്ത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ് മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ. പഠിക്കേണ്ടതാണ്. നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ കുറച്ച് ഏരിയാസ് നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാർക്കും പോവില്ല. ഇനി ഫോർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിലും വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിലും, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടക്കുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ സോഡിയം ക്ലോറൈഡ് പറയുവാണെങ്കിൽ അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് പറയുവാണെങ്കിൽ ഇവർ ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് Na+ എന്ന് പറയുന്ന ഒരു അയോണും OH- എന്ന് പറയുന്ന ഒരു അയോണും സെപ്പറേറ്റ് ഔട്ട് ചെയ്യും. അങ്ങനെയുള്ള ഇലക്ട്രോലൈറ്റ്സിനെ പറയുന്ന പേരാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് വെൻ വി ആർ ഡിസോൾവിംഗ് ഇൻ വാട്ടർ. ഇനി അതേസമയം വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമുക്ക് അസറ്റിക് ആസിഡ് എടുക്കാം. അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് പാർഷ്യലി അയനൈസ് ചെയ്യത്തുള്ളൂ, അതായത് CH3COOH നമ്മുടെ അസറ്റിക് ആസിഡ് ആണ്. ഈ അസറ്റിക് ആസിഡ് പാർഷ്യലി, അതായത് വീക്ക് ഡിസോസിയേഷൻ CH3CO- H+ഉമായിട്ട് സെപ്പറേറ്റ് ഔട്ട് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അങ്ങനെയുള്ള ഇലക്ട്രോലൈറ്റ്സിനെ പറയുന്ന പേരാണ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ് കേട്ടോ. അപ്പൊ ഫോർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനാണെങ്കിലും വീക്ക് ഇലക്ട്രോലൈറ്റിനാണെങ്കിലും ഡൈല്യൂഷൻ കൂടുമ്പം, അതായത് മോർ എമൗണ്ട് ഓഫ് വാട്ടർ നമ്മൾ ആഡ് ചെയ്യുവാണ്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യും? കുറയും അല്ലെ. ഇവിടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ Na+, OH- അല്ലെ CH3CO- തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. കാരണം നമ്മൾ കൂടുതൽ വെള്ളമാണ് ഒഴിച്ചത് അല്ലെ. അതുകൊണ്ട് എന്ത് സംഭവിക്കും? അയോണിക് മൊബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുക മീൻസ് ഇവർ തമ്മിൽ സെപ്പറേറ്റ് ഔട്ട് ആയി. സെപ്പറേറ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാറ്റയോൺ കിട്ടി, ആനയോൺ കിട്ടി. അവർ മൂവ് ചെയ്യും. മൂവ് ചെയ്യുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? ഡൈല്യൂഷൻ ഇൻക്രീസ് ചെയ്യുമ്പം ഇവരുടെ മോളാർ കണ്ടക്ടിവിറ്റിയും കൂടും. സോ ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റ് ഡൈല്യൂഷൻ കൂടുമ്പോഴേക്കും ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, വിച്ച് മീൻസ് സെയിം തന്നെയാണ്, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അല്ലെങ്കിൽ ഒരു ഡിസോസിയേഷൻ കൂടും, വിച്ച് മീൻസ് അയോൺസ് ആവാനായിട്ടുള്ള ടെൻഡൻസി കൂടും. സോ ദി നമ്പർ ഓഫ് അയോൺസ് കൂടും. സോ ഇറ്റ് ഇൻക്രീസസ് ദി മോളാർ കണ്ടക്ടിവിറ്റി. അങ്ങനെ മോളാർ കണ്ടക്ടിവിറ്റി കൂടും. ഓക്കെ, ചോദിച്ചേക്കുന്ന വേറൊരു ക്വസ്റ്റൻ ആണ്, ഹൗ ക്യാൻ വി ഡിറ്റർമൈൻ ദ മോളാർ കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനൈറ്റ് ഡയലൂഷൻ ഓഫ് അസറ്റിക് ആസിഡ്? ഇൻഫിനൈറ്റ് ഡയലൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ഇൻഫിനൈറ്റ് ഡയലൂഷൻ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഇല്ല. when concentration approaches zero, ആ സീറോ ആവുന്ന കോൺസെൻട്രേഷനെ പറയുന്നവരാണ് മോളാർ കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനൈറ്റ് ഡൈലൂഷൻ അല്ലെങ്കിൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അസറ്റിക് ആസിഡ്? അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലോ ഉണ്ട്. ആ ലോ ആണ് കോൾഡ്-റഷസ് ലോ എന്ന് പറയുന്നത്, which states that limiting molar conductivity of an electrolyte is the sum of the individual contribution of the anion and the cation of the electrolyte. അപ്പൊ നമുക്കിപ്പോൾ CaCl2 എന്ന് പറയുന്ന ഒരു ഇലക്ട്രോലൈറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ഡിസോസിയേറ്റ് ചെയ്തത് എങ്ങനെയായിരിക്കും? ഒരു Ca2+ അയോൺ ആയിട്ടും, ഇവിടെ 2 Cl ഉണ്ടല്ലേ, അപ്പൊ 2 Cl- അയോൺ ആയിട്ടും ആയിരിക്കും ഡിസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ ഓഫ് ആനിയോൺ ആൻഡ് കാറ്റയോണിന്റെ സം ആയിട്ടായിരിക്കും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് CaCl2 ഈസ് ഈക്വൽ ടു ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ദിസ് പർട്ടിക്കുലർ അയോൺ Ca2+ പ്ലസ് ഇവിടെ എത്ര അയോൺ ഉണ്ട്? 2 Cl- അയോൺ ഉണ്ട്, ആനയോൺ ഉണ്ട്. അപ്പൊ 2 × λ0 ഓഫ് Cl-. ഇതായിരിക്കും നമ്മളുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് CaCl2 എന്ന് പറയുന്നത്. ഈ ലോ ആണ് കോൾഡ്-റഷസ് ലോ. ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, കോൾഡ്-റഷസ് ലോ പഠിച്ചോണേ, മറന്നു പോകരുത്. അത് സ്റ്റേറ്റ് ചെയ്യാനും പഠിക്കണം, അത് വെച്ചിട്ട് വരുന്ന ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യാനും പഠിക്കണം. ഓക്കെ, ഇനി അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? സ്റ്റേറ്റ് ലോ ബിഹൈൻഡ് ദിസ്. വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ഡിസ്ക്രൈബ് ചെയ്ത ഗ്രാഫാണ്. അതിനകത്ത് ഈ സെക്കൻഡ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് വീക്ക് ഇലക്ട്രോലൈറ്റിനെയും ഫസ്റ്റ് ഗ്രാഫ് എന്ന് പറയുന്നത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റും. ഇവിടെ നമുക്ക് ഡിബൈ-ഹക്കൽ-ഓൺസാഗർ ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ വരുന്നുണ്ട്. ഇത്രയും ഡിബൈ-ഹക്കൽ-ഓൺസാഗർ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഈ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ നമുക്ക് ഇവിടെ കണ്ടോ, ഈ ഗ്രാഫ് ഇങ്ങനെ കിട്ടിയെങ്കിലും ആ ഗ്രാഫിനെ നമുക്ക് ഈ y ആക്സിസിലേക്ക് എക്സ്ട്രാപോളേറ്റ് ചെയ്ത് ഇവിടുത്തെ ഒരു പെർട്ടിക്കുലർ λ0m കണ്ടുപിടിക്കാൻ പറ്റും. വിച്ച് മീൻസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഫോർ എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് can be calculated by using this ഗ്രാഫ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ ഈ സെക്കൻഡ് ഗ്രാഫ് കണ്ടോ, വീക്ക് ഇലക്ട്രോലൈറ്റ്, അവിടെ നമുക്ക് ഇങ്ങനെ എക്സ്ട്രാപോളേറ്റ് ചെയ്യാനൊന്നും ഇല്ല. അതുവരെ ഇങ്ങനെ ഈ മുകളിലേക്ക് പോകും. അതായത് y ആക്സിസിന് പാരലായിട്ടാണ് ഈ ഒരു ഗ്രാഫ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു y ആക്സിസിലുള്ള മോളാർ കണ്ടക്ടിവിറ്റി വിച്ച് ഈസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ആ ഒരു കേസിലാണ് നമ്മൾ വി ആർ അപ്രോച്ചിങ് കോൾഡ്-റഷസ് ലോ. നമ്മൾ കോൾഡ്-റഷസ് ലോനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾക്ക് ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ, ഐഡന്റിഫൈ 1 and 2 സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്. അപ്പൊ ഇതിൽ ഏതാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, ഏതാണ് വീക്ക് ഇലക്ട്രോലൈറ്റ് എന്നാണ് ചോദ്യം. ഇവിടെ ഒന്നാമത്തേത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റും രണ്ടാമത്തെ വീക്ക് ഇലക്ട്രോലൈറ്റും. ഇനി വാട്ട് ഡസ് λ0m ഇൻഡിക്കേറ്റ്സ്? λ0m കണ്ടോ, എവിടെയാണ് λ0m കൊടുത്തേക്കുന്നത്? ഈ y ആക്സിസിലാണ് കൊടുത്തേക്കുന്നത്. y ആക്സിസിന്റെ കോൺസെൻട്രേഷൻ എന്താണ്? 0. y ആക്സിസ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? മോളാർ കണ്ടക്ടിവിറ്റി. അപ്പൊ മോളാർ കണ്ടക്ടിവിറ്റി വെൻ ദ കോൺസെൻട്രേഷൻ ഈസ് 0 അല്ലെങ്കിൽ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ക്യാൻ ബി കോൾഡ് ആസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. കിട്ടിയോ? സജസ്റ്റ് എ മെത്തഡ് ടു ഡിറ്റർമൈൻ λ0m ഫോർ ദ ഇലക്ട്രോലൈറ്റ് 2, അതായത് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു മെത്തേഡ് പറയാനാണ് പറഞ്ഞേക്കുന്നത്. ദാറ്റ് ഈസ് ക്വാഡ്രാച്ചേഴ്സ് ലോ. കിട്ടിയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി